വൈറ്റ് ഹൌസിന് പുറത്ത് തടിച്ചുകൂടിയ അനുയായികൾക്ക് നേരെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ട് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ-ഷറ നടന്നു നീങ്ങി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ആ വരവ്. US ഭീകരവാദികളുടെ കരിമ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് ഒരു ദിവസത്തിന് ശേഷം ഔദ്യോഗിക സന്ദർശനത്തിനായി അൽ-ഷറ അമേരിക്കയിലെത്തിയപ്പോൾ ഒരു ചരിത്രം തന്നെയാണ് കുറിക്കപ്പെട്ടത്. 1946 സിറിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായി ഒരു പ്രസിഡന്റ് വൈറ്റ് ഹൌസിൽ എത്തിയിരിക്കുന്നു. അതും അമേരിക്ക തലയ്ക്ക് $1 മില്യൺ വിലയിട്ട മുൻ ഭീകരവാദി. അഹമ്മദ് അൽ-ഷറയെ ചുവന്ന പരവതാനി വിരിച്ച് ആനയിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ അമേരിക്കയ്ക്ക്? ട്രംപിന്റെ ഏജന്റായി പ്രവർത്തിക്കാനാണോ ഈ ക്ഷണമെന്ന സംശയവും പല തലത്തിൽ നിന്ന് ഉയർന്നിരിക്കുന്നു. അഹമ്മദ് അൽ-ഷറയെ അമേരിക്ക ചേർത്തു നിർത്തുന്നതിന് പിന്നിൽ എന്താണ്? കൂടുതലറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ബഷാർ അൽ അസദിനെ അട്ടിമറിച്ച് അധികാരത്തിലേറിയ ശേഷം തന്റെ ഭൂതകാലം മറന്ന് ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു അഹമ്മദ് അൽ-ഷറ. അൽ ഖയ്ദയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് എല്ലാ സിറിയക്കാരനെയും പ്രസിഡന്റ് എന്ന നിലയിൽ സ്വയം അവതരിപ്പിച്ചു. മേയിൽ US പ്രസിഡന്റിന്റെ മേഖലാ പര്യടനത്തിനിടെ റിയാദിൽ വെച്ചാണ് ട്രംപിനെ ഷറ ആദ്യമായി കണ്ടത്. യങ് ടഫ് ഗൈ എന്ന് ട്രംപ് അന്ന് ഷറയെ വിശേഷിപ്പിച്ചത് വലിയ ചർച്ചയായിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്ക സിറിയയ്ക്കുള്ള ഉപരോധങ്ങൾ ഭാഗികമായി നീക്കുകയും ചെയ്തു. ഷറയെ ടെററിസ്റ്റ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള സുപ്രധാന സന്ദർശനത്തിന് ശേഷമാണ് വാഷിംഗ്ടണിലേക്ക് ഷറ എത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പതിറ്റാണ്ടുകൾക്കിപ്പുറം ന്യൂയോർക്കിൽ വെച്ച് UN പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്ന ആദ്യത്തെ സിറിയൻ പ്രസിഡന്റായി ആ മുൻ ഭീകരവാദി മാറി. വ്യാഴാഴ്ചയാണ് ഷറയ്ക്കെതിരെ UN ഉപരോധം നീക്കാൻ രക്ഷാസമിതിയിൽ വാഷിംഗ്ടൺ ഒരു വോട്ടെടുപ്പ് നടത്തിയത്. മുൻപ് അൽ ഖയ്ദയുമായി ബന്ധമുണ്ടായിരുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാമിനെ ജൂലൈയിൽ വാഷിംഗ്ടൺ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പുതിയ സിറിയയോടുള്ള US പ്രതിബദ്ധതയുടെ കൂടുതൽ തെളിവാണ് വൈറ്റ് ഹൌസ് സന്ദർശനമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളുടെ പ്രതികരണം. സിറിയയും അമേരിക്കയും തമ്മിലുള്ള ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ച നടന്നത് 2000-ൽ ബിൽ ക്ലിന്റണും ഹാഫിസ് അൽ അസദും തമ്മിലായിരുന്നു. അസദ് ഭരണകൂടത്തിനെതിരെ സീസർ ആക്ട് വഴി ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അമേരിക്ക. സിറിയയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതെങ്കിലും പ്രസിഡന്റ് അമേരിക്കൻ തലസ്ഥാനത്തെത്തുന്നത് ഇതാദ്യമാണ്. സിറിയയും അമേരിക്കയും തമ്മിലുള്ള ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ച നടന്നത് 2000-ൽ ബിൽ ക്ലിന്റണും ഹാഫിസ് അൽ അസദും തമ്മിലായിരുന്നു. ട്രംപുമായുള്ള ഷറയുടെ കൂടിക്കാഴ്ച 2 മണിക്കൂർ നീണ്ടു നിന്നുവെന്നാണ് റിപ്പോർട്ട്. അൽ-ഷറയെ ടഫ് ലീഡർ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് സിറിയയ്ക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 13 വർഷത്തെ ക്രൂരമായ ആഭ്യന്തര യുദ്ധത്തിനു ശേഷം പുനർനിർമ്മാണത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് സിറിയ. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് സിറിയയുടെ പുനർനിർമ്മാണത്തിന് $216 ബില്യൺ ആവശ്യമാണ്. ട്രംപിനൊപ്പം വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, നാഷണൽ സെക്യൂരിറ്റി ഉപദേശകൻ ജനറൽ മൈക്ക് കെയ്ൻ എന്നിവരും ഉണ്ടായിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് സിറിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ സീസർ ആക്ട് ഉപരോധങ്ങൾ 180 ദിവസത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. സിറിയ ഇസ്രായേൽ സുരക്ഷാ ഉടമ്പടിക്ക് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്രംപ്. അസദ് ഭരണത്തിൽ കാണാതായ 1 ലക്ഷത്തോളം അമേരിക്കക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുന്നതും ശേഷിക്കുന്ന രാസായുധങ്ങൾ ഇല്ലാതാക്കുന്നതും ഉൾപ്പെടെയുള്ള US-ന്റെ ആവശ്യങ്ങൾ ഷറയുടെ സർക്കാർ അംഗീകരിച്ചതായാണ് റിപ്പോർട്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ISIL സായുധ സംഘത്തെ ചേർക്കാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നയിക്കുന്ന അന്താരാഷ്ട്ര സഖ്യത്തിൽ ചേരാൻ സിറിയ ഒപ്പുവെച്ചു എന്നതാണ്. വിദേശത്ത് നിന്ന് ആളുകൾ ISIL-ലേക്ക് ചേരുന്നത് തടയുകയും മിഡിൽ ഈസ്റ്റിൽ ഉടനീളം സംഘത്തിന്റെ ശേഷിക്കുന്ന ഘടകങ്ങളെ ഇല്ലാതാക്കുകയുമാണ് ഈ സഖ്യത്തിന്റെ ലക്ഷ്യം. ഇതോടെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഗ്ലോബൽ കൂട്ടായ്മയുടെ 90ാമത്തെ അംഗമായി സിറിയ. 2014-ൽ രൂപീകൃതമായ ഈ കൂട്ടായ്മ ISIL-നെ തകർത്തെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സിറിയയിലും ഇറാഖിലും ഇപ്പോഴും ഇതിന്റെ വേരുകളുള്ളത് ഭീഷണിയാണ്. അൽ-ഷറ US-ലേക്ക് എത്തുന്നതിന് മുൻപ് രാജ്യവ്യാപകമായി ISIL സെല്ലുകളെ ലക്ഷ്യമിട്ട് മുൻകൂട്ടിയുള്ള ഓപ്പറേഷനുകൾ നടത്തിയതായി ശനിയാഴ്ച സിറിയയുടെ ആഭ്യന്തര മന്ത്രാലയ വക്താവ് പ്രഖ്യാപിച്ചിരുന്നു. 61 റെയ്ഡുകളിൽ 71 പേരെ അറസ്റ്റ് ചെയ്തതായും സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്തതായുമാണ് അറിയിച്ചത്. അൽ-ഷറയെ വധിക്കാൻ ISIL ആസൂത്രണം ചെയ്ത 2 ഗൂഢാലോചനകൾ പരാജയപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വൈറ്റ് ഹൌസിലെ കൂടിക്കാഴ്ചയിൽ ട്രംപ് അഹമ്മദ് അൽ-ഷറയെ വളരെയധികം പുകഴ്ത്തുന്നുണ്ട്. അദ്ദേഹം വളരെ ദുഷ്കരമായ ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നത്. തനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണെന്നും പറഞ്ഞു ട്രംപ്. ഇത് സമാധാനത്തിലുള്ള ദൗത്യമെന്നാണ് ട്രംപ് പറയുന്നത്. ഇനിയും കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമെന്നും ട്രംപ് പറയുന്നുണ്ട്. സിറിയയുടെ പുതിയ അധ്യായമെന്നും പ്രസ്താവനകൾ വരുന്നു. അതേസമയം അഹമ്മദ് ഷറയുടെ വരവിൽ ട്രംപിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. വിദേശ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് പകരം ആഭ്യന്തര നയങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണമെന്ന് റിപ്പബ്ലിക്കൻ പ്രതിനിധി മാർജറി ടെയ്ലർ ഗ്രീൻ ചൂണ്ടിക്കാട്ടി. ഷറയുടെ ഭീകര പശ്ചാത്തലം ചൂണ്ടിക്കാട്ടി ജിഹാദി വൈറ്റ് ഹൌസിലേക്ക് എന്ന് വിമർശിക്കുന്നവരുമുണ്ട്.